CM സ്റ്റാലിൻ തോറ്റു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ തോറ്റു. അവിടെ ആ ക്യാപ്റ്റൻ തോറ്റിരിക്കുന്നു. തമിഴ്നാട്ടിൽ കൊളത്തൂരിൽ TVKയുടെ ബാബു എന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന് മുന്നിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ തോറ്റു. VS ബാബു, തമിഴക വെട്രി ഘടകത്തിന്റെ VS ബാബു വിജയിച്ചിരിക്കുന്നു. MK സ്റ്റാലിൻ തോറ്റു തമിഴ്നാട്ടിൽ കൊളത്തൂരിൽ. MK സ്റ്റാലിന്റെ തോൽവി കനത്ത പ്രഹരമാണ്. വിജയിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുമ്പോൾ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തമിഴക രാഷ്ട്രീയം ആർക്കും പിടികൊടുക്കാത്ത തമിഴക രാഷ്ട്രീയം, ഏറ്റവും ജനപ്രിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട MK സ്റ്റാലിൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്നു എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കാൻ ശേഷിയുള്ള ദക്ഷിണേന്ത്യയിലെ നേതാവ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന MK സ്റ്റാലിന് സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കാനാകുന്നില്ല. അത് അങ്ങേയറ്റം നാണം കെട്ട തോൽവി. ഇതിലേറെ വലിയ തോൽവി DMKക്ക് ഇല്ല. DMKയുടെ അംഗബലം എന്നത് അത്രമേൽ ശുഷ്കമായിരിക്കുന്നു എന്നതാണ്. 71 സീറ്റുകളിൽ മാത്രമാണ് അധികാരത്തിലിരുന്ന DMKയുടെ അക്കൗണ്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. AADMK 56 സീറ്റുകളിൽ, TVK 107 സീറ്റുകളിൽ ഇപ്പോൾ വിജയിച്ചു നിൽക്കുമ്പോൾ അവിടെ തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ തോൽവി പറയുന്നു, കീഴടങ്ങുന്നു. അതും സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഏതാനും ആദ്യ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിൽ, അതായത് TVK എന്ന പൊളിറ്റിക്കൽ പാർട്ടി വിജയ് രൂപീകരിച്ചിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയ് വരവറിയിക്കുന്നത്. അതും TVKയുടെ ഒരു സാധാരണ നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട്. അങ്ങേയറ്റം വിസ്മയകരമാകുന്ന, യഥാർത്ഥത്തിൽ എൽദോ വിസ്മയം നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാണ്. അക്ഷരാർത്ഥത്തിലുള്ള വിസ്മയം എന്ന് വേണം പറയാൻ. തമിഴക രാഷ്ട്രീയം മാറി ചിന്തിക്കുന്നു. തമിഴക രാഷ്ട്രീയം വിജയിയെ നെഞ്ചിലേറ്റുന്നു. ഒരു വിജയ് ചിത്രത്തിലെ പോലും അപ്പുറത്താണ് ഈ ത്രില്ല എന്ന് പറയേണ്ടതുണ്ട്. അത്രമേൽ ഒരു പക്ഷേ വിജയുടെ ആരാധകർ ത്രില്ലടിക്കുന്ന സിനിമകളുണ്ടല്ലോ, നമ്മൾ തിയേറ്ററിൽ കാണുന്ന. വിജയ് എന്ന താരം തിയേറ്ററിൽ നായകനായി എത്തുമ്പോൾ കൈയടിക്കുന്ന, മാസ്മരികത കാണിക്കുന്ന, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന, വില്ലന്മാരെ തോൽപ്പിക്കുന്ന വിജയ്. ആ വിജയ് ചിത്രത്തിന് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴക രാഷ്ട്രീയം എന്ന് പറയാം. വിജയുടെ രാഷ്ട്രീയ വരവ് ഒന്നൊന്നര വരവായി പോയി എന്ന് വേണം പറയാൻ. ആദ്യ അംഗത്തിൽ, കന്നി അംഗത്തിൽ വിജയ് ഇതാ തമിഴ്നാടിന്റെ നെറുകയിലെത്തുന്നു, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്നത് ചരിത്രമാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. തനിക്ക് സിനിമ മാത്രമല്ല രാഷ്ട്രീയത്തിലും നല്ല മെയ്വഴക്കമാണുള്ളത് എന്ന് തുടക്കത്തിലെ തെളിയിക്കുകയാണ് വിജയ്. എന്താണെങ്കിലും തമിഴ്നാട്ടിൽ വലിയ തോൽവിയാണ് MK സ്റ്റാലിന് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല TVKയുടെ മുന്നേറ്റം അത് ഞെട്ടിപ്പിക്കുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ള നേതൃത്വത്തിലേക്ക് സാധാരണക്കാരെ കൊണ്ടുവന്ന് അവിടെ വൻമരങ്ങളെ വീഴ്ത്തുന്ന ഒരു ചാണക്യതന്ത്രമായി തന്നെ വിജയുടെ ഓരോ നീക്കങ്ങളും മാറുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജയം വലിയ തോതിൽ എടുത്തു പറയുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ, അതായത് AADMKയുടെ കരുത്തുറ്റ നേതാവായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള D. ജയകുമാർ തോൽപ്പിച്ചത് അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അത് റോയപുരം, നോർത്ത് ചെന്നൈയിലെ റോയപുരത്ത് മത്സരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള വിജയ് ദാമു. അത് വിജയ് കൊണ്ടുവന്ന മറ്റൊരു ട്രംപ് കാർഡായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി വിജയ് തമിഴകത്തെ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. തമിഴകത്തിൽ 2 വർഷം കൊണ്ട് വിജയ് പൊളിറ്റിക്കലി ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്ട് അത് ഭീകരമാണ്. ജനനായകൻ എന്താണ് എന്ന് വ്യക്തമായി ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുകയാണ് തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയ്. തമിഴിന്റെ അമരക്കാരനായി മാറുന്നു. എന്നാണെങ്കിലും സാധാരണക്കാരുടെ ജയമായി തന്നെ ഇതിനെ കാണുന്നു. ഒരുപാട് പേർ വിജയുടെ ജയത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ 100 തടവ സന്ത മാതിരി എന്ന് പറയുന്ന ട്വീറ്റ് നമ്മൾ കണ്ടു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.